കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ 7 കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. 6 കേസുകൾ എറണാകുളത്തും ഒരെണ്ണം തിരുവനന്തപുരത്തുമാകും രജിസ്റ്റർ ചെയ്യുക. 4 താരങ്ങളടക്കം 7 പേർക്കെതിരെയാണ് കേസെടുക്കുന്നത്. നടൻ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴിയിൽ യുവനടി ഉറച്ചു നിൽക്കുകയാണ്. സിദ്ദിഖ് ഭീഷണിപ്പെടുത്തിയെന്നും നടി മൊഴി നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഈ നേരത്തെ സിദ്ദിഖിനെതിരെ ബലാത്സംഗ കേസ് വകുപ്പ് ചുമത്തി കേസെടുക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനുശേഷം പ്രത്യേക സംഘം എറണാകുളത്ത് അഭിനേത്രി നൽകിയ പരാതിയിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്തി. അതിൽ പരാതിയിൽ പറയുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും കേസെടുക്കാൻ തീരുമാനിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, അതായത് 7 പേർക്കെതിരെയാണ് കൊച്ചിയിലെ ഈ നടി പരാതി നൽകിയിട്ടുള്ളത്. അത് 4 നടന്മാരും പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാരും അതുപോലെ ലോയേഴ്സ് കോൺഗ്രസ് നേതാവായിട്ടുള്ള ചന്ദ്രശേഖരൻ. ഈ നടന്മാർ മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവരാണ്. ഇവരെല്ലാം പല സമയങ്ങളിൽ പല സ്ഥലത്ത് വെച്ചാണ് ഈ അതിക്രമശ്രമം നടത്തിയത് എന്നാണ് നടി പരാതിപ്പെട്ടത്. ഈ ജയസൂര്യയുടെ ഈ സംഭവം മാത്രം തിരുവനന്തപുരത്ത് വെച്ചാണ്. അത് സെക്രട്ടേറിയറ്റിനുള്ളിൽ ആ സിനിമ ദേ ഇങ്ങോട്ട് നോക്കിയേ എന്നൊരു സിനിമ ചിത്രീകരണത്തിനിടയിലായിരുന്നു ജയസൂര്യ മോശമായി പെരുമാറിയതെന്നായിരുന്നു നടിയുടെ പരാതി. അതുകൊണ്ട് ആ കേസ് മാത്രം തിരുവനന്തപുരത്തായിരിക്കും, അത് കന്റോൺമെന്റ് സ്റ്റേഷനിലായിരിക്കും ആ കേസ് രജിസ്റ്റർ ചെയ്യുക. ബാക്കിയെല്ലാം കൊച്ചിയിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. ഇത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. അതിനുശേഷം എന്തായാലും ഇന്ന് ഈ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ മൊഴി എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ 7 പേർക്കെതിരെയും പോലീസ് കേസെടുക്കും. ഇതിന്റെ അടുത്ത ഘട്ട നടപടിയിലേക്ക് പോകും. എന്തായാലും ഇന്ന് രാവിലെ സിദ്ദിഖിനെതിരെ പരാതി നൽകിയ യുവനടിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ പ്രിൻസിപ്പൽ എസ് ഐ ആയിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. ഈ പ്രിൻസിപ്പൽ എസ് ഐയെ കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഈ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴിയിൽ യുവനടി ഉറച്ചു നിൽക്കുകയാണ്. ഭീഷണിപ്പെടുത്തിയെന്നും നടി പറയുന്നു. എന്തായാലും പോലീസ് ഈ കേസ് ഫയല് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. ഇനി അന്വേഷണ സംഘമായിരിക്കും ഇതിലുള്ള തുടർ നടപടികൾ തീരുമാനിക്കുക. 4 താരങ്ങളടക്കം 7 പേർക്കെതിരെ കേസെടുക്കും. നടൻ സിദ്ദിഖ് ലൈംഗികമായി പീഡിപ്പിച്ചെന്ന മൊഴിയിൽ യുവനടി ഉറച്ചു നിൽക്കുന്നു. സിദ്ദിഖ് ഭീഷണിപ്പെടുത്തി എന്നുകൂടി ഇന്ന് മൊഴി നൽകിയ ഘട്ടത്തിൽ അഭിനേത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കേസിന്റെ ഭാഗമാവുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട് കേസ് ഫയലുകളും മറ്റു വിശദാംശങ്ങളും. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തുനിന്ന്.